ഓണം ബമ്പർ നറുക്കെടുപ്പ് തീയതി ഒക്ടോബർ 4 ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ്. 25 കോടിയുടെ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്ന ഈ വേളയിൽ ഭാഗ്യം തനിക്കും കനിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ 90 ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു വെച്ചിരിക്കുകയാണ് കണ്ണൂരിലെ പഴയങ്ങാടി സ്വദേശിയായ പ്രകാശൻ. ടിക്കറ്റുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ അദ്ദേഹം സ്വീകരിച്ച രീതിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ലോട്ടറി ടിക്കറ്റുകൾ പ്ലാസ്റ്റിക് കവറിലാക്കി മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ഈ വർഷത്തെ ഓണം ബമ്പറിനായി പ്രകാശൻ ചെലവഴിച്ചത് 45,000 രൂപയാണ്. കഴിഞ്ഞ വർഷം 100 ടിക്കറ്റുകൾ എടുത്ത് പരീക്ഷിച്ച ശേഷമാണ് ഈ വർഷം 90 എണ്ണത്തിൽ നിർത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. ലോട്ടറി ഒരു പിരാന്താണെന്ന് പറഞ്ഞ് തന്നെ കളിയാക്കുന്നവരോട് പ്രകാശൻ പറയുന്ന ഒറ്റ മറുപടിയുള്ളൂ: ചെറുപ്പം മുതൽ താൻ ഇത് ചെയ്തു വരുന്നു, എന്തെങ്കിലും ഒരു വലിയ തുക അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനമാണ് ഓണം ബമ്പറിനെ ആകർഷകമാക്കുന്നത്. എന്നാൽ ലോട്ടറി അടിക്കുന്ന കാര്യത്തിൽ പ്രകാശന് ഒന്നാം സ്ഥാനമൊന്നും ആഗ്രഹിക്കുന്നില്ല. 1 കോടി രൂപ കിട്ടിയാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റ് ആഡംബരങ്ങളോ വലിയ വണ്ടികളോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ സ്വപ്നം. പെങ്ങൾക്ക് ചെറിയൊരു ഓടിട്ട വീട് വെക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് പ്രകാശന്റെ ഈ വലിയ ലോട്ടറി എടുപ്പിന് പിന്നിൽ. ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങാൻ വേണ്ടി വരുന്ന വലിയ തുക പ്രകാശൻ കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. നാടൻ പണിക്ക് പോയാണ് അദ്ദേഹം പണം ഉണ്ടാക്കുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ പണിക്ക് പോയാൽ 1000 രൂപ വരെ കിട്ടും. ഉച്ചയ്ക്ക് ശേഷം മറ്റ് ജോലികൾ ചെയ്ത് ദിവസം 2000 രൂപയോളം സമ്പാദിക്കുന്നുണ്ട്. അതിൽ നിന്ന് ചെറിയ തുക മാറ്റിവെച്ചാണ് അദ്ദേഹം ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നത്. ഇടയ്ക്ക് ചെറിയ സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട് എന്നത് ഈ ഹോബി തുടരാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നു. പ്രകാശൻ ഒരു ദിവസത്തെ ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങിയ ആളല്ല. ഏകദേശം 30 വർഷത്തോളമായി അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഓണം ബമ്പർ നറുക്കെടുപ്പ് തുടങ്ങിയ കാലം മുതൽ മുടങ്ങാതെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. മറ്റ് ദുർചെലവുകളൊന്നും ഇല്ലാത്ത പ്രകാശൻ ലോട്ടറി ഒരു പ്രതീക്ഷയായി കൊണ്ടു നടക്കുകയാണ്. ലോട്ടറിക്ക് പുറമെ അനാവശ്യമായി പണം കളയുന്ന ശീലം അദ്ദേഹത്തിനില്ല. ചിലർക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റുകൾക്ക് ഭാഗ്യമുണ്ടെന്ന വിശ്വാസമുണ്ട്. പാലക്കാട് നിന്നെടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് ഭാഗ്യമെന്ന അന്ധവിശ്വാസമൊന്നും പ്രകാശന് ഇല്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വന്തം നാടിനോടാണ്. പഴയങ്ങാടി തമ്പുരാൻ തനിക്ക് ഭാഗ്യം നൽകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അദ്ദേഹം. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, ലോട്ടറി അടച്ചിട്ട് വേണം സന്തോഷിക്കാൻ എന്ന മട്ടിലാണ് പ്രകാശൻ. ലോട്ടറി എടുക്കുന്ന ശീലം കാരണം പ്രകാശനെ കളിയാക്കുന്നവരുടെ എണ്ണം കുറവല്ല. കഴിഞ്ഞ ദിവസം പോലും ചിലർ പരിഹസിച്ചു. നിനക്ക് ഒരിക്കലും ലോട്ടറി അടിക്കില്ല എന്ന് പരിഹസിച്ചവരുമുണ്ട് എന്ന് അദ്ദേഹം വേദനയോടെ പറയുന്നു. എന്നാൽ ഇത്തരം നെഗറ്റീവ് കമന്റുകൾ പ്രകാശന്റെ പ്രതീക്ഷയെ തകർക്കുന്നില്ല. വലിയ തുക അടിക്കുമ്പോൾ ഇവരോട് മറുപടി പറയാമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ലോട്ടറി ടിക്കറ്റുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിലും പ്രകാശൻ ഒരു പ്രത്യേക രീതിയാണ് അവലംബിക്കുന്നത്. നിങ്ങൾക്ക് അടച്ചുറപ്പ് ഇല്ലാത്ത ഓടിട്ട വീടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 1 കോടി പ്രതീക്ഷിക്കുന്ന ടിക്കറ്റുകൾ വീട്ടിൽ വെച്ച് കളയാനോ നശിച്ചു പോകാനോ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭാഗ്യം മണ്ണിൽ കുഴിച്ചിട്ട ഈ മനുഷ്യന്റെ പ്രതീക്ഷകൾക്ക് ഒക്ടോബർ 4 ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം.